ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം. പിന്നെ ഇപ്പൊ പുതിയൊരു ഫംഗ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ലൈക്ക് മാത്രമല്ല, ഹൈപ്പ്. അപ്പൊ നമ്മുടെ കമന്റ്സിന്റെ താഴെ ഒരു ഹൈപ്പ് ഉണ്ട് കേട്ടോ. ഒരു സ്റ്റാറിന്റെ ഒരു ചിഹ്നമാണ് അവിടെ ഹൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓക്കെ കൊടുത്തിട്ട് പോകണം കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ്. നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ മരിച്ചിരിക്കുകയാണ്. ആ ഒരു വിവരം ആദ്യം അറിഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ അലീനയാണ്. അലീന പത്രം എടുക്കാനായിട്ട് രാവിലെ മുറ്റത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് പത്രത്തിൽ പെട്ടെന്ന് വാർത്ത ശ്രദ്ധിച്ചത്. ഇപ്പൊ കുഞ്ഞിരാമൻ മേനോനെ നമ്മുടെ അലീനയ്ക്ക് അറിയാലോ, അലീനയുടെ മുത്തശ്ശനാണ് അതെന്ന് അലീനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അലീന ആ ഒരു വാർത്ത കണ്ട ഉടനെ തന്നെ ഓടി നേരെ ചെല്ലുന്നത് നമ്മുടെ മമ്മിയുടെ അടുത്തേക്കാണ്. അങ്ങനെ മമ്മി ഇത് കണ്ടു. മമ്മിക്കും വല്ലാത്തൊരു ഷോക്കായി പോയിട്ടോ. വല്ലാത്തൊരു ഷോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്ക് തന്നെ. ആകെ ഒരു പ്രതീക്ഷ കുഞ്ഞിരാമൻ മേനോനായിരുന്നു. പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് വേണം നമ്മുടെ മമ്മിക്ക് ശാന്തമായിട്ട് ഒന്ന് ഉറങ്ങാനായിട്ട്. അതായത് ഇനിയിപ്പം പുള്ളിക്കാരിക്ക് അധിക ദിവസമൊന്നും ഇല്ലല്ലോ. മരണത്തിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കരൾ രോഗമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കൂടിപ്പോയാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുതലൊന്നും ആയുസില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീനയും കൂടി ഒന്ന് സേഫ് ആക്കിയിട്ട് പുള്ളിക്കാരിക്ക് ഒന്ന് പോകാന്നൊക്കെ ഓർത്ത് ആശ്വസിച്ചിരുന്നപ്പോഴാണ് ദാ കിടക്കണു, നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ മരിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. കുഞ്ഞിരാമൻ മേനോൻ മരിച്ചതിന് ഉപരി നമ്മുടെ അലീനയുടെ കാര്യത്തിന് ഇനി എന്ത് തീരുമാനം ഉണ്ടാക്കും എന്നാണ് പെട്ടെന്ന് നമ്മുടെ മമ്മിയുടെ മനസ്സിലേക്ക് കയറി വന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനയ്ക്കും ഒരു വിഷമമായിട്ടോ. കാരണം അലീനയുടെ മുത്തശ്ശനായതുകൊണ്ട് തന്നെ അലീനയ്ക്കും ആ ഒരു സങ്കടം ഉണ്ടല്ലോ. അലീന ആ ഒരു സങ്കടത്തിൽ തന്നെ ഇങ്ങനെ കരയാണ് മരിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം നമ്മുടെ മമ്മി, പോട്ടെ മോളെ, സാരമില്ല, എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മോളെ സേഫ് ആയിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കാമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെയാ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം നിന്നെ ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിപ്പം എന്തോ എരണക്കേട് പോലെ ആയി പോയല്ലോ. ഇതിപ്പം നമ്മൾ വിളിക്കാൻ നോക്കിയിരുന്നു അയാളെ ദൈവം കൊണ്ടുപോകാനായിട്ട്. ഇങ്ങനെയൊക്കെയാ മനുഷ്യരുടെ കാര്യം, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അറിയില്ല എനിക്ക് എപ്പോഴാ വിളി വരുന്നത് എന്ന്. അയ്യോ മമ്മി ഇങ്ങനെയൊന്നും പറയില്ലേ മമ്മി. എന്താ മമ്മി ഇത്? മോളെ, നിന്നെയും കൂടി എനിക്ക് ആരെയെങ്കിലും ഏൽപ്പിക്കണം. ഇല്ലാതെ എനിക്കിനി സമാധാനം ഉണ്ടാവില്ല. ആകെ മൊത്തം സമാധാനമായിട്ടിരുന്നത് കുഞ്ഞിരാമൻ മേനോൻ അദ്ദേഹം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനിയിപ്പം ഞാൻ അങ്ങോട്ടേക്ക് മോളെ എങ്ങനെയാ വിടുന്നത്? അത് സാരമില്ല മമ്മി, ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോളാം. അദ്ദേഹം ഇല്ലെങ്കിലും അവിടെ വേറെ ആരോ നോക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ എന്നെ കൊണ്ടുപോകാനിരുന്നത്. അപ്പൊ ഞാൻ ആ സ്ത്രീയെ പോയി നോക്കിയോളാം. ഹേയ്, അതൊന്നും ശരിയാവില്ല മോളെ. മോളെ എങ്ങനെ പോകും? മോളെ ആര് കൊണ്ടുപോകും? അത് പിന്നെ കുഞ്ഞിരാമൻ മേനോൻ നേരത്തെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഞാൻ പൊക്കോളാം മമ്മി കരയാതിരിക്കുക, മമ്മി സമാധാനപ്പെട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന മമ്മി ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന നേരെ ഓടി ചെന്ന് ഒരു രൂപക്കൂട്ടിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഈശ്വര, എൻ്റെ മുത്തശ്ശനാണല്ലോ, എൻ്റെ അമ്മയുടെ അച്ഛനാണല്ലോ. എന്നിട്ടും എനിക്കൊന്ന് കാണാനോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് പോകാനോ ഒന്നും സാധിക്കുന്നില്ലല്ലോ. മാത്രമല്ല എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതല്ലേ അദ്ദേഹം. എന്തോ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ എന്തോ ഒരു പ്രഷർ എൻ്റെ തലയിൽ വന്നതായിരുന്നു. എനിക്കറിയില്ല. എനിക്ക് ഭാഗ്യമില്ലെന്നാ തോന്നുന്നത്. എന്നെ അടുക്കുന്നവരെല്ലാം ദൈവം നീ എടുക്കുവാണോ ദൈവമേ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മമ്മീനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് പെട്ടെന്ന് അസ്വസ്ഥതയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടലോ ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ പെട്ടെന്ന് അവിടെ വെള്ളം ഇങ്ങനെ തപ്പാൻ വേണ്ടി ഇങ്ങനെ തപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാത്രം ഇങ്ങനെ മറിഞ്ഞു വീണു. അപ്പൊ പെട്ടെന്ന് ഓടി അലീന വന്നിട്ട് മമ്മി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോഴത്തേക്കും മോളെ വെള്ളം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, വാ മമ്മി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മമ്മി എന്താ മമ്മി ഇങ്ങനെ? ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അപ്പോഴത്തേക്കും പുള്ളിക്കാരി പറയുന്നുണ്ട്, വേണ്ട മോളെ, ഹോസ്പിറ്റലിൽ പോകണ്ട. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ എന്നെ പേഷ്യൻ്റ് ആക്കും, എന്നെ ICUവിനകത്ത് കൊണ്ടിടും. വേണ്ട, ഇല്ല, ഞാൻ പോകുന്നില്ല. എന്നാ പിന്നെ നമുക്ക് ഹെൽത്ത് സെന്ററിൽ പോകാം. വേണ്ട, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. ഈ വീടാ എനിക്കല്ല. എൻ്റെ ആശുപത്രിയും
എൻ്റെ വീടും എല്ലാം എല്ലാം എനിക്ക് ഈ വീട് തന്നെയാ. എൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി താമസിച്ച ഈ വീടാ എനിക്കെല്ലാം എല്ലാം. ഇതൂടെ നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജീവൻ നഷ്ടമാകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മി എന്തൊക്കെയാ പറയുന്നത്? ദേ വന്നേ, നമുക്ക് ഹെൽത്ത് സെന്ററിൽ പോവാം. ദേ ഈ അലീനെ പിണങ്ങൂട്ടോ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ആരാ മമ്മി ഉള്ളത്? മമ്മി പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാ. പ്ലീസ് മമ്മി, വാ മമ്മി, നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനെ നിർബന്ധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കുഞ്ഞിരാമ മേനോനെ കാണിക്കുന്നുണ്ട്. കുഞ്ഞിരാമ മേനോനെ ഫ്രീസറിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി പേര് ആ വീടിന്റെ മുറ്റത്ത് തിരക്കിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിരാമ മേനോനെ കാണാനായിട്ട് ഓരോരുത്തർ വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മനുശങ്കറും അവിടെ എത്തുകയാണ്. അങ്ങനെ മനുശങ്കർ എത്തുന്നു. മനുശങ്കർ എത്തിയപ്പോൾ തന്നെ ഈറനണിഞ്ഞ കണ്ണുകളോട് കൂടിയാണ് വരുന്നത് കേട്ടോ. മനുശങ്കറിനോട് പറയാൻ ബാക്കി വെച്ച ഒത്തിരി 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 കാര്യങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞിരാമ മേനോനെ എന്ന് മനുശങ്കറിന് അറിയാം. മാത്രമല്ല മനുശങ്കറിനോട് പറഞ്ഞായിരുന്നല്ലോ തന്റെ കടങ്ങളെല്ലാം വീട്ടേണ്ടത് എൻ്റെ കൊച്ചുമകനായ നീയാണ്, അതുകൊണ്ട് എൻ്റെ കടങ്ങളൊക്കെ നീ വീട്ടണം, ഒരിക്കലും പൈസ കൊണ്ട് വീട്ടാൻ പറ്റാത്ത കടങ്ങളാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല അലീനയെ നീ പോയി കൊണ്ടുവരണമെന്ന് കൂടി പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ നമ്മുടെ മനുശങ്കറിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ആ ഒരു സംസ്കാരത്തിനുള്ള ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ ആയിട്ട് വലിയ ഇച്ചിരി പ്രായമായിട്ട് മരിച്ചവർ എങ്ങനെയാണോ അതുപോലെ ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു വീട്ടിലെ ആ ഒരു അവസ്ഥ സൈലന്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞിരാമം മേനോന്റെ മക്കള് ആ കാര്യവും ഈ കാര്യവും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനിടയിലാണ് അമ്മയെ വിളിച്ചു വരുത്തിയെന്നും അമ്മ ഇങ്ങനെ കാണാനായിട്ട് അമ്മയോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങിയൊക്കെ നമ്മുടെ മനുശങ്കർ അറിയുന്നത്. മനുശങ്കർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം മനുശങ്കറിന് എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം മുത്തശ്ശനോടുണ്ടായിരുന്നു. മുത്തശ്ശനും മനുശങ്കറിനോട് ഭയങ്കര കാര്യം തന്നെയായിരുന്നു. ആ കുടുംബത്തിലെ കുറച്ച് മനസാക്ഷിയുള്ള മനസ്സ് നമ്മുടെ മനുശങ്കറിന്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് മുത്തശ്ശൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുത്തശ്ശൻ എല്ലാ കാര്യം, അതായത് കുഞ്ഞിരാമ മേനോൻ എല്ലാ കാര്യങ്ങളും മനുശങ്കറിനോട് പറയാൻ വേണ്ടി ഇരുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീനയാണ് കേട്ടോ. നമ്മുടെ അലീനയെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു സ്ത്രീ, സോറി അലീനയെ അല്ല രേവതിനെ. അപ്പൊ രേവതി ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുന്നു. അപ്പൊ അവിടെ ആ ഒരു സ്ത്രീ രേവതിനെ ആജ്ഞാപിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്. പക്ഷെ അതൊക്കെ അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് കണ്ടറിയാം. പുള്ളിക്കാരി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതെടുക്കരുത്, ഇത് എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ മനസ്സിൽ സ്നേഹമാണ്. പക്ഷെ സ്നേഹിക്കണോ, സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് വലിയ കുഴപ്പമായി പോകുമോ, ഇച്ചിരി അകറ്റി നിർത്തുന്നതാണ് നല്ലത്. പക്ഷെ ഒരു സഹതാപവും ഒരു എന്താ പറയുക ഒരു സ്നേഹവും വാത്സല്യം ഒക്കെ കൊടുക്കാൻ ആ സ്ത്രീക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ രേവതി അവിടെ സേഫാണ്. അലീനയേക്കാൾ കൂടുതൽ രേവതിയാണ് സേഫ്. അലീന ഇനി പോകാൻ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. പക്ഷെ രേവതി സേഫ് ആണെങ്കിലും രേവതിക്ക് സന്തോഷം ഉണ്ടെങ്കിലും ഒക്കെ അവിടെ അലീനയ്ക്ക് ഇനി അനുഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങളാണ് കേട്ടോ. സ്വന്തം വീട്ടിലായിട്ട് പോലും അലീനയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം കാണാൻ ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ വരാനിരിക്കുന്നതൊക്കെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാനൊരു ഹൈപ്പിന്റെ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു. നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ട്, ഹൈപ്പ്. അത് നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. നമ്മുടെ കമന്റ് സെക്ഷനിലാണ് അത് കിടക്കുന്നത്. അവിടെ ഹൈപ്പ് എന്ന് അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹൈപ്പായി, അതായത് ഒരു പോയിന്റ് വെച്ചൊക്കെയാണെന്ന് തോന്നുന്നു, സ്റ്റാർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യുന്ന ഹൈപ്പ് വിടുകയാണെങ്കിൽ നമുക്കത് വലിയ ഉപകാരമായിരുന്നു. വേറെ ആൾക്കാരിൽ ഇത് എത്തിച്ചേരാനും റീച്ച് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ ലൈക്ക് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹൈപ്പ്. അപ്പൊ ഇനി ലൈക്കിന്റെ കൂടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ടാറ്റ ബൈ ബൈ. അടുത്ത വിശേഷവുമായിട്ട് കാണാമേ.